ഹലോ മക്കളെ, ഇപ്പൊ ബേസിക് സയൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മുന്നിൽ പരന്നു കിടക്കുന്നത് വിശാലമായ ഒരു കടലാണെന്ന സത്യം. ഈ സത്യം മനസ്സിലാക്കിയവർക്കും മനസ്സിലായി തുടങ്ങിയവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് കാണുക. ഇനിയിപ്പൊ കണ്ടാൽ എന്ത് കിട്ടുമെന്നായിരിക്കും ചോദ്യമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഓണം എക്സാം നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് സയൻസിലെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ എഴുതി പഠിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. മക്കളെ, നമുക്കറിയാം കെമിസ്ട്രിയില് രസതന്ത്രത്തില് 2 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന ചാപ്റ്റർ ആണ് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അല്ലെ, മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, നമുക്കറിയാം ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ കെമിസ്ട്രിയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സുകളാണ് മക്കള് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഓണം എക്സാമിന് വേണ്ടി പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കാമല്ലോ സാറേ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്, നിങ്ങൾ ഹെഡിങ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതിനകത്ത് എന്തൊക്കെയാ പഠിക്കേണ്ടത് അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നോക്കാം, ഒന്നാമത്തെ ചാപ്റ്ററില കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പരീക്ഷ ഹാളിൽ കയറേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ടിക്കറ്റ് പോവാണേ. ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടതാ, ഫിസിക്കൽ ചേഞ്ചസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഭൗതിക മാറ്റം എന്താണെന്ന് അറിയണം, അല്ലെ? ഫിസിക്കൽ ചേഞ്ചസ് അഥവാ ഭൗതിക മാറ്റത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനമാണ് ഇതിന്റെ എക്സാമ്പിൾസുകൾ അഥവാ ഉദാഹരണങ്ങൾ കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഫിസിക്കൽ ചേഞ്ചസിന്റെയോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസിന്റെയോ എക്സാമ്പിൾസുകൾ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, തിരിച്ചറിയാൻ പറയും, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ് എഴുതാൻ പറയും. ഏത് രീതിയിലായാലും എക്സാമ്പിൾസുകൾ മക്കൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് പഠിച്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിപ്പോൾ പറഞ്ഞു കെമിക്കൽ ചേഞ്ചസ് അഥവാ രാസമാറ്റം, ഇതിൻ്റെയും എക്സാമ്പിൾസുകൾ അഥവാ ഉദാഹരണം മക്കൾ വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏത് എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാലും, ഏത് ഉദാഹരണം കിട്ടിക്കഴിഞ്ഞാലും അത് ഫിസിക്കൽ ചേഞ്ചസ് ആണോ കെമിക്കൽ ചേഞ്ചസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. വേറെ എന്തുകൊണ്ട് മറന്നുപോയി കേട്ടോ. ഇനി അടുത്ത് മക്കളെ, റിയാക്ഷൻസിലേക്ക് വരുന്ന സമയത്ത് രാസപ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെ? അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തിനെയാണ് റിയാക്റ്റൻസുകൾ അഥവാ അഭികാരകം എന്ന് പറയുന്നത്, എന്തിനെയാണ് പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം എന്ന് പറയുന്നത്, അല്ലെ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആരൊക്കെയാ? ചിക്കൻ, അതിൻ്റെ റൈസ്, മസാല, കറിവേപ്പില, കറുകപ്പട്ട, അങ്ങനെയുള്ള സകല ഗുലാബി സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്റ്റൻസ് അഥവാ അഭികാരകം. ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം, അല്ലേ? പോട്ടെ, ചിക്കൻ ബിരിയാണിയൊക്കെ പോട്ടെ. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിന് റിയാക്റ്റൻസ് അഥവാ അഭികാരവും, ഉണ്ടാക്കി എടുത്ത സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊഡക്റ്റ് എന്നാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് മക്കള് തിരിച്ചറിയാൻ പഠിക്കണം. റെഡിയാണല്ലോ? അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. മക്കളെ, ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കണം. ഡിഫറൻസ്, വ്യത്യാസം ചോദിക്കാറുണ്ട്. വ്യത്യാസം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്? ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ഉള്ള ഉദാഹരണം ചോദിക്കാം, ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം കേട്ടോ. റിയാക്ഷൻസും പ്രൊഡക്റ്റും പഠിച്ചു വെക്കുക. കഴിഞ്ഞില്ല. പിടിച്ചോളി. അടുത്ത് കെമിക്കൽ റിയാക്ഷൻസുകൾ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അറിയാം, തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ താപരാസ പ്രവർത്തനങ്ങൾ. രണ്ടാമതായിട്ട് വരുന്നു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ പ്രകാശ രാസപ്രവർത്തനങ്ങൾ. മൂന്നാമതായിട്ട് വരുന്നു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇത് വെറുതെ അങ്ങോട്ട് പഠിച്ചാൽ പോരാ, ഇതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മക്കൾ അറിയണം. ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിയണം, അല്ലെ? ഇത് എന്താണ് എന്നാണ് ഉദ്ദേശിച്ചത്, നിർവചനം അറിയണം, അല്ലെ? ചിലപ്പോൾ ചോദിക്കൂ, വാട്ട് ഈസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻസ്? എന്താണ് താപരാസ പ്രവർത്തനങ്ങൾ പഠിച്ചിരിക്കണം. അത് മാത്രം പോരാ, എക്സാമ്പിൾസ് വേണം, ഉദാഹരണം,
അല്ലെ? ഓരോന്നിനും ഉദാഹരണം പഠിക്കുക അല്ലെ? തെർമോകെമിക്കൽ റിയാക്ഷൻ വേണം, ഫോട്ടോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽസ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷനും എക്സാമ്പിൾസും. താപരാസപ്രവർത്തനങ്ങൾ, പ്രകാശ രാസപ്രവർത്തനങ്ങൾ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താണ്? നിർവചനം പഠിക്കണം, ഉദാഹരണം പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പൊളിച്ചടക്കി. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഉണ്ട് എന്നാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി ഇല്ല എന്നുള്ളവർക്കുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറയും. സാർ ഞാനൊന്നും പഠിച്ചിട്ടില്ല, സാർ ഞാനൊന്നും പഠിച്ചിട്ടില്ല. പേടിക്കണ്ടടാ, അതിനല്ലേ ഞങ്ങൾ എജുപോർട്ട്, അതിനല്ലേ നിങ്ങളെ കൂടെ തന്നെ കട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. യെസ്, അപ്പോ 3 രാസപ്രവർത്തനങ്ങൾ അഥവാ 3 കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ച് അറിയണം? ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണത്തിനെ കുറിച്ച് അറിയണം അല്ലെ? അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു? ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ രസതന്ത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? സ്വയം ഒന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുക, ഈ ലിസ്റ്റ് ചെയ്ത സാധനമൊക്കെ, സാറ് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇനി പഠിച്ചിട്ടുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ഇനി പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഇനിയും സമയമുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കാൻ എജുപോർട്ടൊക്കെ ഉണ്ട്. മക്കൾ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അടുത്ത ചാപ്റ്ററിൽ നോക്കാം. ഏതൊക്കെയാണ് മക്കളെ? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അഥവാ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. എന്തൊക്കെയാണ് മക്കളെ പഠിക്കേണ്ടത്? എലമെന്റ്സ് എന്താണ്, മൂലകം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾസ് അഥവാ ഉദാഹരണം വേണം. ഇനി എന്തൊക്കെയാണ് ആറ്റം, എന്താണ് മോളിക്യൂൾസ്, എന്താണ് കോമ്പൗണ്ട്സ്? ആറ്റം, തന്മാത്ര, സംയുക്തം, ഇവ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ, പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നു നമ്പർ ഓഫ് ആറ്റം, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ തന്നെ തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്താൻ പറയും. ഒരു റിയാക്ഷൻ തരും, അതിൻ്റെ അകത്ത് നിന്ന് നമ്പർ ഓഫ് ആറ്റവും നമ്പർ ഓഫ് മോളിക്യൂൾസും ആറ്റങ്ങളുടെ എണ്ണം, തന്മാത്രയുടെ എണ്ണം ഒക്കെ കാണാനുണ്ടാവും. ഇതാണ് അടുത്തതായിട്ട് വരുന്ന ഏരിയ. കഴിഞ്ഞില്ല. അടുത്തതായിട്ട് മക്കളെ ട്രയാഡ്സ്, ലോ ഓഫ് ഒക്ടേവ്സ്. ത്രികങ്ങൾ എന്നാൽ എന്താ, അഷ്ടക നിയമം എന്നാൽ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പീരിയോഡിക് ടേബിളിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മെൻഡലിയേഫ് കൊണ്ടുവന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലെ? പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയെ പറ്റി പഠിക്കാനുണ്ട്. കഴിഞ്ഞില്ല. സിംബൽസ് ഓഫ് എലമെന്റ്സ് അഥവാ മൂലകങ്ങളുടെ പ്രതീകം ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് എലമെന്റ്സുകളുടെ സിംബലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ H, സോഡിയം Na, പൊട്ടാസ്യം K എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചർ സോണിലുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, സിംബൽസ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളുടെ പ്രതീകം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ 2 ചാപ്റ്റർ ആണ് നമുക്ക് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൽ വരുന്നത്. അപ്പൊ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ പൂക്കുറ്റി പറക്കട്ടെ. ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ, എടാ മക്കളെ ഫ്രീ, പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇതാ പിടിച്ചോളി, വാട്സപ്പ് അയച്ചാൽ മതി. 8089946555 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് ഒരു ഹായ് ഹോയ് കൂയ് എന്നങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളെ വിളിച്ചിട്ട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ. ഒന്നും പേടിക്കണ്ട, പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, കേരളം പഠിക്കട്ടെ. ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല സാറേ, ഞാൻ എന്ത് ചെയ്യും സാറേ എന്നുള്ള ഒരു പേടി വരികയാണെങ്കിൽ അവരെ സഹായിക്കാനാണ് എജുപോർട്ട്. നിങ്ങളുടെ കൂടെ ഓണപരീക്ഷയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ എജുപോർട്ട് റെഡിയാണ്. മക്കള് ഞങ്ങളുടെ കൂടെ ഫുൾ ഡെഡിക്കേഷനോടുകൂടി, ഫുൾ ആത്മസമർപ്പണത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി എക്സാമിനേഷൻ ഹാളിലേക്ക് ഞങ്ങൾ അയക്കും. സോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.